ഒരു നോട്ട്സ്. നമസ്കാരം സുഹൃത്തുക്കളെ, എക്കണോമിക്സിന്റെ ന്യൂ SCERT നോട്ട്സിലെ 3ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ലെസണിൽ നിന്ന് ഇത്രയും ലെസൺസ് എന്തുണ്ട് നിങ്ങൾക്ക് എക്കണോമിക്സിൽ പഠിക്കാനുള്ള SCERT ലെസൺസ് ആണ്. ന്യൂ SCERTയിലെ അതിൽ നമ്മൾ ഈ ലെസൺ നോട്ട്സ് തന്നു, ഇതിന്റെയും നോട്ട്സ് തന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും വേൾഡ് ഇന്ത്യ എക്കണോമിസ്റ്റ് വേർഡ്സ്. ഇതാണ് ഇന്ന് നമുക്ക് നോട്ട്സ് ആയിട്ട് തരാനുള്ളതും. ക്ലാസ്സിലേക്ക് കടക്കാം. കാരണം എന്താണെന്ന് അറിയാം, നമുക്ക് റിവിഷൻ ചെയ്യണം അല്ലേ. നമുക്ക് വെറുതെ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. ഒരുപാട് എത്ര പ്രാവശ്യം റിവിഷൻ ചെയ്യുന്നുവോ അത് അത്രയും നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് വീണ്ടും നിങ്ങൾക്ക് ഇപ്പൊ എഴുതിയെടുക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യണ്ടേ. അപ്പൊ നമുക്ക് ക്ലാസ് എന്ത് ചെയ്താൽ മതി, വീണ്ടും കേൾക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അത് റിവിഷൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഇതേപോലെ എല്ലാതും ജോഗ്രഫി ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും സയൻസ് വിഭാഗങ്ങളാണെങ്കിലും ജോഗ്രഫി ഒക്കെ നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നോക്കാം. എന്താണ് ഒരു അടിസ്ഥാന ആവശ്യം എന്ന് പറയുന്നത്? എന്താണ് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യം? ഭക്ഷണം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം അല്ലെ. എന്നിങ്ങനെ ജീവിതത്തിന്റെ വില കൂടാനാവാത്ത ആവശ്യങ്ങൾ അടിസ്ഥാന ആവശ്യങ്ങളാണ് എന്ന് പറയാം അല്ലെ. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ഇനി എന്താണ് സന്തോഷദായക ആവശ്യങ്ങൾ? നമുക്ക് PSC ഓറിയന്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് വരുന്നേ ഉള്ളൂ. അപ്പൊ അവിടെ എത്തുമ്പോൾ ഞാൻ നന്നായിട്ട് സ്ട്രെസ് ചെയ്യും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു തരും കേട്ടോ. നമ്മുടെ ജീവിതത്തെ കൂടുതൽ സുഖകരവും സന്തോഷകരവുമായ ചില ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളെയാണ് സന്തോഷദായക ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. ഒരു ജോലി അതെന്താ സുഖകരമാണ്, സന്തോഷകരമായിട്ടാണ് അല്ലെ. നമ്മൾ എന്തിനാ ഒരു ഗവൺമെന്റ് സർവീസ് ലക്ഷ്യം വെക്കുന്നത്? അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് അല്ലെ. സുഖകരവും സന്തോഷകരവുമായ ചില ആവശ്യങ്ങളുണ്ട്. ജോലി മാത്രമാണോ? അല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. ആ ആവശ്യങ്ങളാണ് ഏത് സന്തോഷദായക ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ? പ്രീവിയസ് ചോദ്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ഈ 3 എണ്ണം വരുന്നുണ്ട്. അത് 3 എണ്ണം സെന്റൻസ് തന്നെ നേരെ പഠിക്കണം കേട്ടോ. എന്താണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ? എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം? മനസ്സിലായോ? എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, അങ്ങനെ പല ചോദ്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതിൽ എന്ത് ഉൽപ്പാദിപ്പിക്കണം? ഓരോ രാജ്യവും ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന മുൻഗണന നിശ്ചയിക്കേണ്ടതുണ്ട്. എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിച്ചാൽ അത് എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണം എന്നതും പ്രസക്തമാണ് അല്ലെ. എത്രമാത്രം ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്കറിയാം. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ കേരളം തന്നെ എടുക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ കേരളമാണ് അല്ലെ. കാരണം എന്തുകൊണ്ടായിരിക്കാം? ആ പരുത്തിക്ക് ആവശ്യം വേണ്ട സാധനങ്ങളും അല്ലെങ്കിൽ അതിന് അനുയോജ്യമായ മണ്ണും നമുക്കറിയാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ് അല്ലെ. ആ ലാറ്ററൈറ്റ് മണ്ണിന് അനുയോജ്യമായ കൃഷി ഏതാണ്? പരുത്തി കൃഷിയാണ്. അപ്പൊ അതുകൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്? പരുത്തി കൃഷി ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നോക്കിക്കേ, ഓരോ രാജ്യവും ലഭ്യമായ വിഭവങ്ങൾ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന മുൻഗണന അത് നിശ്ചയിക്കേണ്ടതുണ്ട്. അങ്ങനെ തന്നെയാണ് ഓരോ നമ്മൾ സംസ്ഥാനങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് സംസ്ഥാനമാണ് എന്നൊക്കെ പറയുന്നില്ലേ. എന്താണ് അത്? ആ സംസ്ഥാനത്തിന്റെ ലഭ്യതയ്ക്ക് അനുസരിച്ചിട്ട് കൊണ്ടാണ് അവിടെ ആ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിച്ചാൽ മാത്രം പോരാലെ, അത് എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണം എന്നതും പ്രസക്തമാണ്. ഇനി എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം? ഒരേ ഉൽപ്പന്നം വ്യത്യസ്ത അനുപാതത്തിൽ തൊഴിൽ, അധ്വാനശേഷി, മൂലധനം എന്നിവ ഉപയോഗപ്പെടുത്തി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. വ്യത്യസ്ത അനുപാതത്തിൽ ഒരു ഉൽപ്പന്നം ഇപ്പൊ ഒരു പഞ്ചസാര എന്ന് പറയുന്നത് ഒരു റേഷ്യോ 3 ആണെങ്കിൽ വേറൊരു സാധനം എന്തായിരിക്കണം? അത്രയും റേഷ്യോ. അങ്ങനെ വ്യത്യസ്ത അനുപാതത്തിൽ തൊഴിലും അധ്വാനശേഷി, മൂലധനം എന്നിവ ഉപയോഗപ്പെടുത്തി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇനി കൂടുതൽ തൊഴിൽ ശക്തിയും കുറഞ്ഞ മൂലധനം ഉപയോഗിച്ച് ഉൽപ്പാദനം നടത്തുന്ന രീതിയാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയിൽ. കൂടുതൽ തൊഴിൽ ചെയ്യാം, തൊഴിൽ ശക്തി ഉപയോഗപ്പെടുത്തുക, എന്നിട്ട് കുറഞ്ഞ പൈസ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? ഉൽപാദനം കൂടുതൽ നടത്തുക. ആ രീതിയാണ് ഇത് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്ന് പറയുന്നത്. തൊഴിൽ തീവ്രമായിട്ട് ചെയ്യുന്ന സാങ്കേതിക രീതി. കൂടുതൽ സമയം ആവശ്യമായ ഉൽപാദന രീതി ഏതാണ്? പരിസ്ഥിതി സൗഹൃദമാണ്. കൂടുതൽ സമയം ആവശ്യമായ ഉൽപാദന രീതി എന്ന് പറയുന്നത്. അതായത്
ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അവിടെ അതിന് കൂടുതൽ സമയം വേണമെങ്കിൽ എന്തായിരിക്കണം? അവിടെ എന്താണ്, അത് പരിസ്ഥിതി സൗഹൃദമായിരിക്കും. എന്നാൽ പെട്ടെന്ന് തന്നെ മെഷീൻസിലൊക്കെ പെട്ടിട്ട് എന്താണ് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യണം, അതൊക്കെ എന്താണ്, പരിസ്ഥിതി സൗഹൃദം അല്ലാത്ത കാര്യങ്ങൾ ആയിരിക്കും. കൂടുതൽ മൂലധനവും കുറച്ച് തൊഴിൽ ശക്തിയും ഉപയോഗിച്ച് ഉൽപാദനം നടത്തുന്ന രീതിയാണ് മൂലധന തീവ്ര സാങ്കേതിക രീതി. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ കൂടുതൽ തൊഴിൽ ശക്തി എന്ന് പറഞ്ഞപ്പോൾ തൊഴിലാണ് അല്ലേ, കൂടുതൽ തൊഴിൽ ശക്തിയാണ്. അപ്പൊ തൊഴിലിന്റെ തീവ്രത എന്തായിരിക്കും? കൂടുതലായിരിക്കും. എന്നാൽ ഇവിടെ കൂടുതൽ മൂലധനം ഉപയോഗിച്ചിട്ട് കുറച്ച് തൊഴിൽ ശക്തി ഉപയോഗിച്ച് ഉൽപാദനം നടത്തുന്ന രീതിയാണ്. കൂടുതൽ മൂലധനം അല്ലേ, അപ്പൊ ഇവിടെ മൂലധനത്തിന്റെ തീവ്ര സാങ്കേതിക രീതി എന്ന് പറഞ്ഞു. മനസ്സിലായോ? ഇനി ഉൽപാദനക്ഷമത ഉറപ്പുവരുത്തുന്നു, ഉൽപാദനത്തിന് കുറഞ്ഞ സമയം മതി. ഇതൊക്കെയാണ് ഈ മൂലധന തീവ്ര സാങ്കേതിക രീതിയുടെ പ്രത്യേകത. മനസ്സിലായോ? അപ്പോ ഇവിടെ തൊഴിൽ ശക്തിയും കൂടുതൽ തൊഴിൽ ശക്തി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, കൂടുതൽ സമയം ആവശ്യമാണ് അല്ലെ, ഉൽപാദന രീതി പരിസ്ഥിതി സൗഹൃദവുമാണ്. എന്നാൽ കൂടുതൽ മൂലധനം അല്ലെ, മൂലധന തീവ്ര സാങ്കേതിക രീതിയിൽ എന്താ, ഉൽപാദനക്ഷമത ഉറപ്പുവരുത്തുന്ന, ഉൽപാദനത്തിന് കുറഞ്ഞ സമയം മതി. ഇനി ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം? ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ആയിരിക്കും ഉൽപാദനം നടക്കേണ്ടത്. വിതരണം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്, ആർക്കു വേണ്ടി ജനങ്ങൾക്കിടയിൽ ഉൽപ്പാദിപ്പിക്കണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ലഭ്യമായ വിഭവങ്ങളെ സമൂഹത്തിലെ എല്ലാവർക്കും പ്രയോജനകരമായ വിധം വിനിയോഗിക്കുന്ന തരത്തിൽ വേണം ഉൽപാദന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടത്. ഉൽപാദന ഘടകങ്ങൾ പഠിക്കണേ. ഉൽപാദന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൽപാദന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയാണ്. ഭൂമിക്ക് ലഭിക്കുന്ന പ്രതിഫലം പാട്ടമാണ്, തൊഴിലിന് ലഭിക്കുന്ന പ്രതിഫലം വേതനമാണ്, മൂലധനത്തിന് ലഭിക്കുന്നത് പലിശയാണ്, സംഘാടനത്തിന് ലഭിക്കുന്നത് ലാഭമാണ്. രണ്ടും വേർതിരിച്ച് തന്നെ പഠിക്കണം. ഭൂമിക്ക് എന്താണ്, തൊഴിൽ എന്താണ്, മൂലധനത്തിന് എന്തിനാണ്, സംഘാടനത്തിന് എന്താണെന്നുള്ളത് പഠിക്കണം. എന്നും ചോദ്യം വരുന്ന മേഖലയാണ്. ഉൽപാദന ഘടകങ്ങൾക്ക് ഉദാഹരണം ഏതെന്ന് ചോദിച്ചാൽ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘടനം. പ്രീവിയസ് ചോദ്യം വന്നിട്ടുണ്ട്, താഴെ തന്നിട്ടുള്ളത് ഉൽപാദന ഘടകങ്ങളിൽ വരാത്തത് ഏതെന്ന് വന്നിട്ട്. അപ്പൊ ഉൽപാദന ഘടകങ്ങളിൽ വരുന്നതാണ് ഭൂമി, തൊഴിൽ, മൂലധനം, സംഘടനം. ഇതിൽ വീണ്ടും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഭൂമിക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണെന്ന് ചോദിച്ചാൽ പാട്ടമാണ്, തൊഴിലിന് ലഭിക്കുന്നത് വേതനമാണ്, മൂലധനത്തിന് ലഭിക്കുന്നത് പലിശയാണ്, സംഘടനത്തിന് ലഭിക്കുന്നത് ലാഭമാണ്. ഇനി എന്തൊക്കെയാണ് സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്ന് പറയുന്നത്? സമ്പദ് വ്യവസ്ഥ മനുഷ്യനിർമ്മിതമാണ്. പഠിച്ചോളണം കേട്ടോ. മാറ്റങ്ങൾക്ക് വിധേയമായിട്ടാണ് നടക്കുന്നത്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവയാണ് സമ്പദ് വ്യവസ്ഥയിലുള്ള പ്രവർത്തനങ്ങൾ. ഓക്കെ, മാറ്റങ്ങൾക്ക് വിധേയമാണ്. സമ്പദ് വ്യവസ്ഥ എന്താണ്? മനുഷ്യനിർമ്മിതമാണ്. സമ്പദ് വ്യവസ്ഥ മനുഷ്യനിർമ്മിതമാണ്, മാറ്റങ്ങൾക്ക് വിധേയമാണ്. നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ, മാറിക്കൊണ്ടിരിക്കുന്ന ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവയാണ് സമ്പദ് വ്യവസ്ഥയിലുള്ള പ്രവർത്തനങ്ങൾ. ഇനി വിവിധ തരം സമ്പദ് വ്യവസ്ഥകളുണ്ട്, പഠിക്കണേ. പ്രീവിയസ് ആണ്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുണ്ട്, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുണ്ട്, മിശ്ര സമ്പദ് വ്യവസ്ഥയുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. ഈ അടുത്ത് നടന്ന കഴിഞ്ഞ വീക്കിൽ നടന്ന എക്സാമിന്റെ ചോദ്യങ്ങളൊക്കെ ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വിവിധതരം സമ്പദ് വ്യവസ്ഥയിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ? രണ്ടാമത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മൂന്നാമത് മിശ്ര സമ്പദ് വ്യവസ്ഥ. നമ്മുടെ ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥ ഏതാണ്? മിക്സഡ് ഇക്കണോമി ആണ് അല്ലെ. മിക്സഡ് ഇക്കണോമി ആണ്, മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. അപ്പൊ എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത? ആ വാക്കിൽ തന്നെ ഇതിലെ മുതലാളിത്തമാണ്. ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം ആർക്കായിരിക്കും? സ്വകാര്യ വ്യക്തികൾക്കായിരിക്കും. ഇപ്പൊ നമുക്കറിയാം അംബാനി ഗ്രൂപ്പ് ഒക്കെ എന്താണ്, അവരൊക്കെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ് അല്ലെ ഉദ്ദേശിക്കുന്നത്. കാരണം ഉടമസ്ഥാവകാശം അവർക്കാണ്, സ്വകാര്യ വ്യക്തികൾക്കാണ്. എല്ലാ വ്യക്തികൾക്കും സ്വത്ത് കൈവശം വെക്കാനുള്ള സ്വാതന്ത്ര്യം, പരമാവധി ലാഭം മാത്രമാണ് ലക്ഷ്യം. ഗവൺമെന്റ് ഇടപെടാൻ പറ്റില്ല, അതിനൊരു പരിമിതിയുണ്ട്. വ്യവസായ സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരം നിലനിൽക്കുന്നു. വ്യവസായ സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരം നിലനിൽക്കുന്നു. ഇവിടെ മത്സരം ഉണ്ടാകും കേട്ടോ. ഇവിടെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ പഠിച്ചോളണം. താഴെ തന്നിട്ടുള്ളത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെന്ന് ചോദിക്കുമ്പോൾ തെറ്റാൻ പാടില്ല. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത ഉടമസ്ഥാവകാശം ആർക്കാണ്? സ്വകാര്യ വ്യക്തികൾക്കാണ്. പിന്നെ സ്വത്ത് കൈവശം വെക്കാനുള്ള സ്വാതന്ത്ര്യം. എന്താണ്? സ്വത്ത് കൈവശം വെക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പരമാവധി ലാഭം മാത്രമാണ് എന്ത് ലക്ഷ്യം. ഗവൺമെന്റിന്റെ ഇടപെടൽ അല്ലെ, ഗവൺമെന്റിന്റെ ഇടപെടൽ എന്താണ്? പരിമിതമാണ്. കൂടുതലൊന്നും, കാരണം സ്വകാര്യ വ്യക്തികളുടെയാണ്. എങ്ങനെ ഗവൺമെന്റിന് അതിൽ ഇടപെടാൻ പറ്റും? വ്യവസായ സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരം നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, മത്സരം നിലനിൽക്കുന്നുണ്ട്. പഠിച്ചല്ലോ. ഇനി എന്താണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ?
എന്താണ് സോഷ്യലിസ്റ്റ്? എല്ലാ ഉൽപാദന ഘടകങ്ങളുടെയും ഉടമസ്ഥാവകാശവും നിയന്ത്രണവും ഒക്കെ ഗവൺമെന്റിലാണ് നിക്ഷിപ്തം. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയില് ആർക്കാണ് അധികാരം? ഗവൺമെന്റിലാണ്. നിയന്ത്രണങ്ങളും ആ ഉടമസ്ഥാവകാശവും ഒക്കെ ഗവൺമെന്റിലാണ് നിക്ഷിപ്തം. കേന്ദ്രീകൃത ആസൂത്രണ സമിതി ആയിരിക്കും സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ തീരുമാനം എടുക്കുന്നത്. കേന്ദ്രീകൃത ആസൂത്രണ സമിതി. നാളെ ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ട് തെറ്റിക്കാൻ പാടില്ല. കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് തരുന്ന സമയത്ത് അതുകൊണ്ടാണ് ഓരോ പോയിന്റും വിലയിരുത്തി 2-3 തമ്മിലുള്ള വേർതിരിവ് മനസ്സിലാക്കി എടുത്ത് ഞാൻ ഇപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞാലും വീണ്ടും നിങ്ങളെ ബാക്കൗട്ട് അടിച്ച് ഞാൻ എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ പഠിച്ചത്, ഞാൻ എന്താണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ പഠിച്ചത്, ഞാൻ എന്താണ് മിക്സഡ് എക്കണോമിയിൽ പഠിച്ചത്, എന്താണ് ഉൽപാദന ഘടകങ്ങൾ എന്നൊക്കെ, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, ഇതൊക്കെ എന്ത് ഉൽപ്പാദിപ്പിക്കണം, അതിൽ നിന്ന് ഞാൻ എന്ത് പഠിച്ചു, ഇത് നിങ്ങൾ സ്വയം വിലയിരുത്തുക. സ്വയം വിലയിരുത്തിയിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ലയോ ക്ലാസ് വീണ്ടും എടുത്ത് കാണുക. എനിക്ക് എവിടെ തെറ്റുപറ്റി, അത് ഇന്നത്തെ ക്ലാസ്സിൽ അത് നിങ്ങൾ തീർത്തു പോകണം. അല്ലാതെ ക്ലാസ് ഇട്ടു കണ്ടു അതവിടെ നിർത്തി ഇനി ഇടയ്ക്കെടുത്ത് ആരും റിവിഷൻ ചെയ്യും ഇല്ല, അടുത്ത എവിടെ ഏതെങ്കിലും ഒരു വീഡിയോ വരുന്ന സമയത്ത് അതിലേക്ക് ഓടും, ലാസ്റ്റ് അതിലേക്ക് ഓടും, ഓട്ടം തന്നെ ലാസ്റ്റ് എവിടെ എത്തുമോ? ഇല്ല. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുക. കാരണം ചോദ്യങ്ങൾ എക്കണോമിക്സ് ആണ്, നിങ്ങൾക്കറിയാലോ. SCRTയുടെ വിളയാട്ടമായിരിക്കും. അതുകൊണ്ട് ഓരോ പോയിന്റും ശ്രദ്ധിച്ചു പഠിക്കുക. അപ്പൊ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ മാത്രമാണ് പുതിയ SCRTയിൽ പഠിച്ചത്. എന്തൊക്കെയാണ് പഠിച്ചത്? ലാഭമാണ്, മത്സരമാണ്, സ്വകാര്യ വ്യക്തികൾക്കാണ് ഉടമസ്ഥ അവകാശം, ഗവൺമെന്റിന് പരിമിതിയുണ്ട് അധികാരങ്ങളിൽ അല്ലേ, അതൊക്കെ എന്ത് ചെയ്യണം? ഇങ്ങനെ സെക്ഷൻ തിരിച്ച് മുതലാളിത്തം എന്ന് കാണുമ്പോൾ തന്നെ ആ വാക്കിൽ നിന്നെടുത്ത് ആ സെക്ഷൻ മാറ്റുക. നെക്സ്റ്റ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എടുക്കുക. ഞാൻ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ പഠിച്ചത് എല്ലാ ഉടമസ്ഥാവകാശവും ഗവൺമെന്റിലാണ് നിക്ഷിപ്തം എന്നാണ് പഠിച്ചത്. കേന്ദ്രീകൃത ആസൂത്രണ സമിതിയാണ് ആയിരിക്കും സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. സാമൂഹിക ക്ഷേമമാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. വിപണിക്ക് മേൽ സർക്കാരിന്റെ നിയന്ത്രണം ഉണ്ട്. വരുമാനത്തിലും സമ്പത്തിലുമുള്ള അസമത്വം കുറയ്ക്കുന്നു. അവിടെ മത്സരമാണ് അല്ലെ, അവിടെ മത്സരവും ലാഭമൊക്കെയാണ് മുതലാളിത്തത്തിൽ. എന്നാൽ ഇവിടെ വരുമാനത്തിലും സമ്പത്തിലുമുള്ള അസമത്വം എന്ത് ചെയ്യാണ്? കുറയ്ക്കാൻ. എല്ലാവർക്കും ഒരേപോലെ വേണം എന്നതാണ് അല്ലേ. മനസ്സിലായല്ലോ. അപ്പൊ എന്താ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞത്? എല്ലാ ഉൽപാദന ഘടകങ്ങളുടെയും ഉടമസ്ഥാവകാശവും നിയന്ത്രണവും ആർക്ക് തന്നെയാണ്? ഗവൺമെന്റിലായിരിക്കണം നിക്ഷിപ്തം. ആരായിരിക്കും സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ തീരുമാനമെടുക്കുക? കേന്ദ്രീകൃത ആസൂത്രണ സമിതി ആയിരിക്കും സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ തീരുമാനമെടുക്കുക. ഇനി എന്താണ് ലക്ഷ്യം? ക്ഷേമം അല്ലേ, ഓൺലി ക്ഷേമം മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ സർക്കാരിന്റെ നിയന്ത്രണം ഉണ്ടാകും. വരുമാനത്തിലും സമ്പത്തിലും അസമത്വം കുറയ്ക്കുന്നു. ഇനി എന്താണ് മിശ്ര സമ്പദ് വ്യവസ്ഥ? നമ്മുടെ ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്ന രീതി, ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്, മിക്സഡ് ഇക്കണോമിയാണ്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ചില പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ്. നമ്മൾ നേരത്തെ മുതലാളിത്തവും സോഷ്യലിസ്റ്റും പഠിച്ചില്ലേ, അത് രണ്ടും കൂടിയിട്ടുള്ളതാണ് ഏത്? അതിന് ചില സവിശേഷതകളാണ് ഏതിൽ പറയുന്നത്? മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ പറയുന്നത്. സ്വകാര്യ പൊതുമേഖലകളുടെ സഹവർത്തിത്വം. അപ്പൊ നമ്മൾ മുതലാളിത്തത്തിൽ പറഞ്ഞ സ്വകാര്യ മേഖലയ്ക്കാണല്ലോ, എന്നാൽ ഇവിടെ രണ്ടാമത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയെത്തിയപ്പോൾ എന്ന് പറഞ്ഞാൽ പൊതുമേഖലകൾ, അതായത് ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലാണ്. എന്നാൽ രണ്ടിലും മിക്സഡ് ആകുമ്പോൾ എന്താ? സ്വകാര്യ വ്യക്തികളുടെയും പൊതുമേഖലകളുടെയും സഹവർത്തിത്വം ഉണ്ടാകും. ലാഭേച്ഛയും ഉണ്ടാകും. നമ്മൾ മുതലാളിത്തത്തിലെ ലാഭമല്ലേ പറഞ്ഞത്, സോഷ്യലിസ്റ്റിൽ എന്താ പറഞ്ഞത്? സാമൂഹിക ക്ഷേമമല്ലേ പറഞ്ഞത്. അത് രണ്ടും ഇതിവിടെ വരും. ഇനി സാമ്പത്തിക പ്രവർത്തനത്തിൽ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. തയ്യാറാക്കുന്നതിനുള്ള സാമ്പത്തിക ആസൂത്രണമുണ്ട്. ഗവൺമെന്റിന്റെ പദ്ധതികൾ, ഇതൊക്കെ ഇതിൽ വരും? മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ വരും. മനസ്സിലായി, ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, എന്തൊക്കെയാണ് മിക്സഡ് എക്കണോമിയിൽ വന്നത്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ചില പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. സ്വകാര്യ മേഖലകളുടെയും പൊതുമേഖലകളുടെയും സഹവർത്തിത്വമുണ്ട്. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. അത് തയ്യാറാക്കുന്നതിനുള്ള സാമ്പത്തിക ആസൂത്രണമുണ്ട്. ഗവൺമെന്റിന്റെ പദ്ധതികൾ, ഇതൊക്കെയാണ് ഇതില് മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ വരുന്നത്. ഇനി സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? ഇതെല്ലാം PV വയ്ക്കണേ, എല്ലാം PV വയ്ക്കണേ, പഠിക്കണേ. ഇനി ആരാണ് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്? ആഡം സ്മിത്ത് ആണ് അല്ലെ. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്ന കണക്കാക്കുന്നതാണ് ആഡം സ്മിത്ത് ആണ്. സാമ്പത്തിക എക്കണോമിക്, നമ്മുടെ എക്കണോമിക്സിൽ ആരൊക്കെയാണ് ശാസ്ത്രചിന്തകന്മാര്, അവരുടെ ആശയങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഓരോന്ന് പഠിക്കണം. ക്ഷേമത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമായി സാമ്പത്തിക ശാസ്ത്രത്തെ രൂപപ്പെടുത്തിയത് ആൽഫ്രഡ് മാർഷൽ ആണ്. അതായത് ക്ഷേമം മാത്രമാണ് ലക്ഷ്യം, അതിനെ അങ്ങനെ സാമ്പത്തിക ശാസ്ത്രത്തെ രൂപപ്പെടുത്തിയത് ആരാണ്? ആൽഫ്രഡ് മാർഷൽ ആണ്. ക്ഷേമത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമായി
സാമ്പത്തിക ശാസ്ത്രത്തെ രൂപപ്പെടുത്തിയത് ആൽഫ്രഡ് മാർഷൽ ആണ്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ആഡം സ്മിത്ത് ആണ്. മനുഷ്യന്റെ ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് ശാഖയായിട്ട് സാമ്പത്തിക ശാസ്ത്രത്തെ വിഭാവനം ചെയ്തത് ലയണൽ റോബിൻസ് ആണ്. ആരാണ്? ലയണൽ റോബിൻസ് ആണ്. ഇനി നോക്കിക്കേ, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി ഇരു രാജ്യങ്ങളിലെയും ക്ഷേമം വർദ്ധിപ്പിക്കാം എന്ന പാട്ട സിദ്ധാന്തം, അല്ലെ? എന്താണ് പാട്ട സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്? ഡേവിഡ് റിക്കാർഡോ ആണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി എന്ത് ചെയ്യാം? ഇരു രാജ്യങ്ങളുടെയും ക്ഷേമം വർദ്ധിപ്പിക്കാം. ഇങ്ങനെ പാട്ട സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണ്? ഡേവിഡ് റിക്കാർഡോ. അപ്പൊ ആഡം സ്മിത്തിന്റെ നോക്കി, മാർഷലിന്റെ നോക്കി, ലയണൽ റോബിൻസ് എന്താ പറഞ്ഞത്? ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ സെക്ഷൻ തിരിച്ചേ പറ്റൂ. ആഡം സ്മിത്തുമായി ബന്ധപ്പെട്ട് എന്താണ് ക്വസ്റ്റ്യൻ പഠിച്ചത്? ക്വസ്റ്റ്യൻ ആയിരിക്കണം. ആഡം സ്മിത്ത്, ഞാൻ എന്താ അതിന്റെ ക്വസ്റ്റ്യൻ പഠിച്ചത്? എന്താണ് ആൽഫ്രഡ് മാർഷലിന്റെ ക്വസ്റ്റ്യൻ പഠിച്ചത്? എന്താണ് ലയണൽ റോബിൻസിന്റെ ക്വസ്റ്റ്യൻ പഠിച്ചത്? അങ്ങനെ ഒന്ന് സ്വയം റിവേഴ്സ് ചെയ്യേ. വീഡിയോ ഒന്നും നോക്കാതെ, ഫോണൊന്നും നോക്കാതെ സ്വയം റിവേഴ്സ് ചെയ്യേ. ജീവിതകാലത്ത് മറക്കില്ല. ഇനി എന്താണ് പാട്ട് സിദ്ധാന്തം? എന്താ പാട്ട് സിദ്ധാന്തം? എന്താ? രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി ഇരു രാജ്യങ്ങളിലും എന്താണ്? ക്ഷേമം കൊണ്ടുവരണം, അല്ലെ? വർദ്ധിപ്പിക്കുക. അതാണ് അത് ആരാ കൊണ്ടുവന്നത്? ഡേവിഡ് റിക്കാർഡോ ആണ്. ഡേവിഡ് റിക്കാർഡോ ആണ്. അങ്ങനെ പഠിക്കണം. മനസ്സിലായോ? ഇനി മിച്ചമൂല്യ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണ്? കാൾ മാർക്സ് ആണ്. മിച്ചമൂല്യ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്, മിച്ചമൂല്യ സിദ്ധാന്തം, സർപ്ലസ് വാല്യൂ, അല്ലെ? മുന്നോട്ട് വെച്ചത് ആരാണ്? കാൾ മാർക്സ് ആണ്. കാൾ മാർക്സ് ആണ്. മാർക്സിന്റെ അഭിപ്രായത്തിൽ ഉൽപാദനത്തിന്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ്. പ്രീവിയസ് ആണ്. എന്നാൽ ഇതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം തൊഴിലാളികൾക്ക് നൽകി അധിക ഭാഗവും മുതലാളി കൈക്കലാക്കുന്നു, അല്ലെ? തൊഴിലാളികളെ കൊണ്ട് ഒരുപാട് പണിയെടുപ്പിച്ചിട്ട് അതിന്റെ ലാഭം മുഴുവൻ കൈക്കലാക്കുന്നത് കൂടുതലും ആര് തന്നെയാണ്? മുതലാളിയാണ്. അത് ആരാ അവകാശപ്പെട്ടത്? കാൾ മാർക്സ് ആണ്. മാർക്സിന്റെ അഭിപ്രായത്തിൽ ഉൽപാദനത്തിന്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ്. എന്നാൽ ഇതിന്റെ ചെറിയ ഭാഗം മാത്രമാണ് തൊഴിലാളികൾക്ക് നൽകിയിട്ട് അധിക ഭാഗവും മുതലാളിയാണ് കൈക്കലാക്കുന്നത്. സാമ്പത്തിക മേഖലയിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ എന്ന സിദ്ധാന്തത്തിന് വേണ്ടി വാദിച്ചത് ആരാണ്? ജെയിം കെയ്ൻസ് ആണ്. സാമ്പത്തിക മേഖലയിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ എന്ന സിദ്ധാന്തത്തിന് വേണ്ടിയിട്ട് വാദിച്ചത് ജെയിം കെയ്ൻസ് ആണ്. ഇനി സൃഷ്ടിപരമായ നശീകരണം എന്ന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ജെയിം ഷുംപീറ്റർ ആണ്. പ്രീവിയസ് ചോദ്യമാണ്. ഇത് പ്രീവിയസ് ചോദ്യമാണ്. സൃഷ്ടിപരമായ നശീകരണം 2025 ചോദിച്ച ചോദ്യമാണ്. സൃഷ്ടിപരമായ നശീകരണം എന്ന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ജെ.എ. ഷുംപീറ്റർ ആണ്. വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളുമാണ് പുത്തൻ അവസരങ്ങളും വളർച്ചയും സൃഷ്ടിക്കുന്നു. എന്നാൽ നിലവിലുള്ള വ്യവസായങ്ങളും സാങ്കേതിക വിദ്യയും നൂതന കണ്ടുപിടുത്തങ്ങൾ തടസ്സപ്പെടുകയോ നശീകരിക്കുകയോ ചെയ്യുന്നു എന്നാണ് അഭിപ്രായപ്പെട്ടത്. ഷുംപീറ്ററിന്റെ സൃഷ്ടിപരമായ നശീകരണം എന്ന സിദ്ധാന്തത്തിൽ എന്താണ് പറയുന്നത്? വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളുമാണ് പുത്തൻ അവസരങ്ങളും വളർച്ചയും സൃഷ്ടിക്കുന്നത്. എന്നാൽ നിലവിലുള്ള വ്യവസായങ്ങളും സാങ്കേതിക വിദ്യയും നൂതന കണ്ടുപിടുത്തങ്ങൾ തടസ്സപ്പെടുകയോ നശീകരിക്കുകയോ ചെയ്യുന്നു എന്നാണ് അഭിപ്രായപ്പെട്ടത്. ഇനി ചോർച്ചാ സിദ്ധാന്തം ഭയങ്കര ഇഷ്ടമാണല്ലേ PSCക്ക്. ആരാ മുന്നോട്ട് വെച്ചത്? ദാദാഭായി നവറോജി ആണ്. രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിന് കാര്യക്ഷമമായ നികുതി സമ്പ്രദായം വിഭാവനം ചെയ്ത ചിന്തകനാണ് ചാണക്യൻ. രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിന് കാര്യക്ഷമമായ നികുതി സമ്പ്രദായം വിഭാവനം ചെയ്ത ചിന്തകനാണ് ചാണക്യൻ. മഹാത്മാഗാന്ധിയുടെ സാമ്പത്തിക ദർശനങ്ങൾ ഹിന്ദു സ്വരാജ്, ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് എന്ന കൃതികളിൽ പരാമർശിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ സാമ്പത്തിക ദർശനങ്ങൾ ഏതിലാണ്? ഹിന്ദു സ്വരാജിലും ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് എന്ന കൃതി. ഇതൊരു പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് ആരുടെ കൃതിയാണെന്നാണ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല, അത് കുറച്ച് മുമ്പേ ചോദിച്ചൊരു ചോദ്യമാണ്. മഹാത്മാഗാന്ധിയുടേതാണ് കേട്ടോ. ഹിന്ദു സ്വരാജ് നമുക്കറിയാം. പക്ഷെ ഇന്ത്യ എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്വപ്നമാണ്, അല്ലേ? അതാരാ? ഗാന്ധിജിയുടേതാണ്. ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകൾ എന്തൊക്കെയാണ്? പ്രീവിയസ് ചോദ്യമാണ്. സ്വയം പര്യാപ്തത, വികേന്ദ്രീകരണം എന്നിവയിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയാണ് ഗാന്ധി വിഭാവനം ചെയ്തത്. സ്വയം പര്യാപ്തത, വികേന്ദ്രീകരണം എന്നിവയിലാണ്. പ്രാദേശികമായി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കണം, അല്ലെ? ചെറുകിട വ്യവസായങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ കൊണ്ടുവന്നതാണ്. പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ പ്രാദേശിക വിപണികൾ എന്ത് ചെയ്യാൻ? വിപുലപ്പെടുത്തുക. അതായത് ഗ്രാമങ്ങളിലൊക്കെ ചെറിയ ചെറിയ കർഷകരൊക്കെ കുറെ വ്യവസായങ്ങളൊക്കെ ചെയ്യട്ടെ, അല്ലെ? അവർക്കും ഉയർന്നു വരണ്ടേ? വേണം. അങ്ങനെ അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ ഭാഗത്ത് തന്നെ അത് വിപണനം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ വിപുലപ്പെടുത്തണം. സാമൂഹ്യ നീതി വിപണനത്തിനായി ഉറപ്പാക്കാനായി സാമ്പത്തിക സമത്വം ലഘൂകരിക്കണം. ഇതൊക്കെ ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകളാണ്. അപ്പൊ ഇവിടെ പഠിച്ചുകൊള്ളണം. സ്വയം പര്യാപ്തത, വികേന്ദ്രീകരണം. വാക്കുകൾ കിട്ടണം കേട്ടോ. മഹാത്മാഗാന്ധിയുടെ എന്ന് പറയുമ്പോൾ തന്നെ സ്വയം
പര്യാപ്തത. പിന്നെ എന്താ സ്വയം പര്യാപ്തത? പിന്നെ എന്താ വികേന്ദ്രീകരണം. അതായത് സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ എല്ലാം ചെയ്യാനുള്ള കഴിവുണ്ടാകണം അല്ലേ? എല്ലാതും നമ്മളിപ്പോ ഒരു സാധനം ഉത്പാദിപ്പിച്ചാൽ മാത്രം പോരാ, അത് നമുക്ക് വിപണിയിൽ എത്തിക്കാനും അത് ഇതാക്കാനും ലാഭം നേടാനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം? സ്വയം പര്യാപ്തത കൈവരിക്കണം, മറ്റുള്ളവരെ ആശ്രയിക്കാതെ. വികേന്ദ്രീകരണം, അത് മനസ്സിലായോ? പിന്നെ ഗ്രാമീണ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിച്ചു അല്ലേ? ഗ്രാമീണ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. പിന്നെ എന്താണ്? പ്രാദേശിക വിപണികൾ വിപുലപ്പെടുത്തണം. പ്രാദേശിക വിപണി അല്ലേ? പ്രാദേശിക വിപണി. കാരണം ചെറുകിട കർഷകരല്ലേ, അവരൊക്കെ അവിടെ ചെറിയ ചെറിയ വ്യവസായങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊക്കെ പുറത്തു പോയിട്ട് അതൊക്കെ സെയിൽ ചെയ്ത് ഒന്നും സാധിക്കില്ല. അപ്പൊ അവരുടെ ആ ഭാഗത്ത് തന്നെ എന്ത് ചെയ്യുക? വിപണികൾ വിപുലപ്പെടുത്തുക. പിന്നെ സാമൂഹ്യനീതി വിപണനത്തിനായിട്ട് സാമ്പത്തിക സമത്വം ലഘൂകരിക്കുക. എന്താണ്? സാമ്പത്തിക സമത്വം. സാമ്പത്തിക സമത്വം ലഘൂകരിക്കുക. ഇങ്ങനെ വാക്കുകളൊക്കെ എടുത്തിട്ട് പഠിക്കേ. അപ്പൊ ഓപ്ഷൻ കാണുമ്പോൾ ഞാൻ ഈ ഓപ്ഷനൊക്കെ മഹാത്മാഗാന്ധിയുമായിട്ട് പഠിച്ചതാണല്ലോ എന്ന് ചിന്തിച്ചു പോകും. 1998 സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരൻ വെരി ഇമ്പോർട്ടൻറ്റ് അമർത്യ സെൻ ആണ് അല്ലേ? അമർത്യ കുമാർ സെൻ. നമ്മൾ സാധാരണ അമർത്യ സെൻ പറയും അല്ലേ? അമർത്യ കുമാർ സെൻ ആണ്. 1998. അതായത് ഒരു വർഷം നന്നായിട്ട് പഠിക്കണം. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരനായ അമർത്യ സെൻ ആണ്. ഏത് വർഷം എന്ന് ചോദിച്ചിട്ടുണ്ട്? 1998. അമർത്യ കുമാർ സെന്നിന്റെ ക്ഷേമ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ എന്തൊക്കെയാണ്? സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാമൂഹ്യ നീതി എന്നിവയ്ക്ക് ഊന്നൽ നൽകണം. ഇതൊക്കെ അമർത്യ സെന്റെ ചിന്തകളാണ് കേട്ടോ. സാമ്പത്തിക ശാസ്ത്ര ചിന്തകളാണ്. വിദ്യാഭ്യാസം വേണം, ആരോഗ്യ സംരക്ഷണം വേണം, സാമൂഹ്യ നീതി എന്നിവയ്ക്ക് ഊന്നൽ നൽകണം. ലിംഗസമത്വം, സ്ത്രീ ശാക്തീകരണം എന്നിവ രാജ്യ പുരോഗതിക്ക് അനിവാര്യമാണ് അല്ലെ? ആൺപെൺ എന്ന വ്യത്യാസം പാടില്ല. പിന്നെ സ്ത്രീ ശാക്തീകരണം എന്നിവ രാജ്യ പുരോഗതിക്ക് അനിവാര്യമാണ്. സാമ്പത്തിക വികസനം വിലയിരുത്തേണ്ടത് മനുഷ്യന്റെ അവകാശങ്ങളിലും സ്വാതന്ത്ര്യത്തിലും ചെലുത്തുന്ന സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ ആവണം. മനസ്സിലായി? അപ്പൊ അമർത്യ സെന്റെ ക്ഷേമ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ എന്തൊക്കെയാണ്? ഒന്ന് വിദ്യാഭ്യാസം. എന്താണ്? ഒന്ന് വിദ്യാഭ്യാസം ഉണ്ടാകണം. പിന്നെ എന്താണ്? ആരോഗ്യ സംരക്ഷണം അല്ലെ? ആരോഗ്യ സംരക്ഷണം എഴുതി തരുന്നത് വീണ്ടും ഒന്നും കൂടി മനസ്സിലൊന്ന് പിക്ചർ വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ സാമൂഹ്യ നീതി അല്ലെ? എന്താണ്? സാമൂഹ്യ നീതി. പിന്നെ എന്താണ്? ലിംഗസമത്വം അല്ലെ? ലിംഗസമത്വം. പിന്നെ അതിൽ നോക്കാതെ നിങ്ങൾ മനസ്സിൽ പറയേ നോക്കട്ടെ. അതിൽ നോക്കാതെ. പിന്നെ സ്ത്രീ ശാക്തീകരണം. അതിലേക്ക് സ്ലൈഡിലേക്ക് നോക്കരുത്. മനസ്സിൽ വരുന്നതൊക്കെ എടുത്തെടുത്ത് പറയാ കേട്ടോ. സ്ത്രീ ശാക്തീകരണം. പിന്നെ മനുഷ്യാവകാശം, പിന്നെ സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം ഇതൊക്കെ വേണം അല്ലെ? പിന്നെ മനസ്സിലായി? ഇത്രയും കാര്യങ്ങളാണ് ആര് പറഞ്ഞത്? അമർത്യ സെന്നിന്റെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകള്. 1998 മറക്കരുത്. 98 അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടുന്നത്. 2019 പഠിച്ചോളണം കേട്ടോ. പഠിച്ചോളനെ. ക്വസ്റ്റ്യൻ വരും. 2019 ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പരീക്ഷണാത്മക സമീപനം വിഭാവനം ചെയ്തു ഇന്ത്യൻ വംശജനായ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ അഭിജിത്ത് വിനായക ബാനർജി നോബൽ സമ്മാനം നേടി. 2019 സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയതാണ് ഇന്ത്യൻ വംശജനായ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ അഭിജിത്ത് വിനായക് ബാനർജി. ഓക്കെ, അങ്ങനെ നമ്മൾ ആ ലെസൺ കഴിഞ്ഞു. അപ്പൊ 3 ലെസന്റെ നോട്ട്സ് ഞാൻ തന്നു കഴിഞ്ഞു. ഇതേപോലെ ജോഗ്രഫിയും ഒരാളെ രണ്ടാളോ കമന്റ് ഇട്ടതുകൊണ്ട് നമുക്ക് താഴെ ഇങ്ങനെ നോട്ട്സ് ഒറ്റ ആൾക്ക് കമന്റ് ഇടാൻ വയ്യ അല്ലെ? ഓക്കെ, അപ്പോൾ നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കാം ക്ലാസ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താഴെ കമന്റ് ജസ്റ്റ് ഒന്ന് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. നിങ്ങളുടെ കമന്റുകളല്ലേ നമ്മുടെ എനർജി എന്ന് പറയുന്നത്. നിങ്ങളല്ലേ നമ്മുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത് നമുക്ക് നോട്ട്സുമായിട്ട് വീണ്ടും കാണാം. ക്വസ്റ്റ്യൻ പേപ്പർ കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് എക്സാം ഇവരില് കയ്യെത്താ ദൂരത്താണ്. അപ്പൊ LGS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ വിട്ട് കളിച്ചു കഴിഞ്ഞാൽ അടുത്ത കമ്പനി ബോർഡ് LGS എഴുതേണ്ടി വരും. അടുത്ത കമ്പനി ബോർഡ് LGS എഴുതേണ്ടി വരും. നമ്മൾ ക്ലാസ്സുകൾ 18 ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് കഴിഞ്ഞു. 60 ക്വസ്റ്റ്യൻ പേപ്പറോളം കയ്യിലുണ്ട്. എക്സാം ആകുമ്പോഴേക്കും ഈ 60 ക്വസ്റ്റ്യൻ പേപ്പറും കഴിയും. കാരണം 2021 മുതൽ 26 വരെയുള്ള മുഴുവൻ പ്രിലിംസ് ആൻഡ് മെയിൻസും ക്വസ്റ്റ്യൻ പേപ്പറുകൾ എന്ത് ചെയ്തു വരുന്നുണ്ട്. ഇപ്പൊ 18 ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു. ഇനി 60 ക്വസ്റ്റ്യൻ പേപ്പറോളം ഉണ്ട്. 60 ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്യണം. എക്സാം ആകുമ്പോഴേക്കും 60 ക്വസ്റ്റ്യൻ പേപ്പറും കഴിയണം കേട്ടോ. നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.